ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഹയർ സെക്കൻഡറി 2ാം വർഷ ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇവൻറ്റ്സ് ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ 2 ഗമീറ്റ്സ് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞു, മെയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫീമെയിൽ ഗമീറ്റ്സ്. ഈ മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നത്. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ശരിക്കും പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഈവൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഈവൻസിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ആയിട്ട് തിരിക്കാം. 1 പ്രീ ഫെർട്ടിലൈസേഷൻ, 2 ഫെർട്ടിലൈസേഷൻ, 3 പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. സോ the events in sexual reproduction, there are 3 main phases. The first one is pre-fertilization, second one fertilization, and third one post-fertilization. ഇങ്ങനെ 3 ഫേസ് ആയിട്ടാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം നടക്കുന്നത്. അതിൽ ആദ്യത്തേതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം പ്രീ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രീ മീൻസ് ബിഫോർ, മുന്നേ അല്ലേ. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ മെക്കാനിസം ദറ്റ് ഇൻവോൾവ്സ് the events of sexual reproduction before the fusion of gametes. നമ്മൾ പറഞ്ഞല്ലോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഗമീറ്റ്സിൻ്റെ ഫ്യൂഷൻ അല്ലെങ്കിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസമാണ് ഗമീറ്റ്സിൻ്റെ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ നടക്കുന്ന മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഫെർട്ടിലൈസേഷൻ. സോ ദ ചേഞ്ചസ് ദ ടേക്സ് പ്ലേസ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ഓർ പ്രിയർ ടു ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ്. ഒന്നുകിൽ ഗമീറ്റ്സിൻ്റെ ഫ്യൂഷന് മുന്നേ നടക്കുന്ന മെക്കാനിസം, അതല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നതിന് മുൻപ്, ബിഫോർ അല്ലേ, അതിനെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രീ ഫെർട്ടിലൈസേഷൻ? പ്രീ ഫെർട്ടിലൈസേഷൻ ഇൻക്ലൂഡ്സ് ദ ഇവൻറ്റ്സ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദറ്റ് ടേക്സ് പ്ലേസ് പ്രിയർ ടു ദ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഓർ എന്താണ് ബിഫോർ ദ ഫെർട്ടിലൈസേഷൻ മെക്കാനിസം നടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഗമീറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുന്നതിന് മുൻപ് ഉള്ള ഇവൻറ്റ്സിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രീ ഫെർട്ടിലൈസേഷനിൽ തന്നെ 2 ഫേസ് ഉണ്ട്, 2 സ്റ്റെപ്പായിട്ട് നടക്കുന്നത് 2 ഫേസാണ് അതിൽ വരുന്നത്. അതിലൊന്നാമത്തേതിനെ പറയുന്നത് ഗ്യാമിറ്റോജനസിസ് എന്ന് പറയും, രണ്ടാമത്തേതിനെ പറയുന്നത് ഗമീറ്റ് ട്രാൻസ്ഫർ എന്നാണ്. അതായത് ദ 2 മെയിൻ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആർ ഗ്യാമിറ്റോജനസിസ് ആൻഡ് ഗമീറ്റ് ട്രാൻസ്ഫർ. ഗ്യാമിറ്റോജനസിസ് എന്നും ഗമീറ്റ് ട്രാൻസ്ഫർ എന്നും പറയുന്ന 2 ഫേസായിട്ടാണ്, അല്ലെങ്കിൽ 2 ഫേസാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഗമീറ്റോജനസിസ്, അല്ലെങ്കിൽ എന്താണ് ഈ ഗമീറ്റ് ട്രാൻസ്ഫർ എന്ന്. അതായത് ഗാമിറ്റോജനസിസ്, എന്താണ് ജനസിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ജനസിസ് മീൻസ് ഫോർമേഷൻ. അപ്പോൾ ഗാമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കണമെങ്കിൽ അവിടെ ഗമീറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ അവിടെ ഫോം ചെയ്യപ്പെടുന്ന മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ശരിക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന മെക്കാനിസം, രൂപപ്പെടുന്ന മെക്കാനിസം, അതിനെയാണ് ഗാമിറ്റോജനസിസ് എന്ന് പറയുന്നത്. അതായത് ഗാമിറ്റോജനസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്, ആൻഡ് ദ ഗമീറ്റ്സ് മേ ബി ഓഫ് 2 ടൈപ്സ്. ആ ഗമീറ്റ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് അല്ലേ. അപ്പം അങ്ങനെ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് ഗാമിറ്റോജനസിസ്. ഓക്കെ, ഇനി എന്താണ് ഈ ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ദേ ആർ ഹാപ്ലോയിഡ് സെൽസ്. പ്ലോയിഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. പ്ലോയിഡി, ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്. ഹാപ്ലോയിഡ് കണ്ടീഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ N ആൻഡ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ 2N എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അപ്പോൾ ഗമീറ്റ്സ് ഫോം ചെയ്യുന്ന മെക്കാനിസത്തിന് നമ്മൾ ഗമീറ്റോജനസിസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. പക്ഷേ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ഓർഗാനിസംസിൽ, അല്ലെങ്കിൽ ചില ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസിൽ നമ്മൾ നോക്കിയാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് അത് സിമിലർ ഇൻ അപ്പിയറൻസ്, അതായത് കാണാൻ ഒരുപോലെ ആയിരിക്കും, ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിലുണ്ട് ഫീമെയിലുണ്ട് അല്ലേ.
അപ്പോൾ ഇവിടെ ഈ ആൽഗെ പോലെയുള്ള ചില ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗമീറ്റ്സ് എന്ന് പറയുന്ന അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമിറ്റോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ സിമിലർ ഇൻ അപ്പിയറൻസ്. കാണാൻ ഒരുപോലെ ആയിരിക്കും. കാണാൻ ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കാറ്റഗറൈസ് ദം ആസ് മെയിൽ ഓർ ഫീമെയിൽ. നമ്മൾ സാധാരണയാണെങ്കിൽ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, അതിൻ്റെ ആ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ചില ആൽഗൽ ഫോംസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കാറ്റഗറൈസ് ദം ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിൽ ഓർ ഫീമെയിൽ. അതിനെ മെയിൽ ഏത് ഫീമെയിൽ ഏതെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വളരെ ഐഡൻറ്റിക്കൽ ആയിരിക്കും, സിമിലർ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഗമീറ്റ്സ് ഗാമിറ്റോജനസിസിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ് സിമിലർ ആയിട്ടുള്ള ഗമീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗമീറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹോമോഗമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമീറ്റ്സ് എന്നാണ്. എന്താണ്? ഹോമോഗമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമീറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാഡോഫോറ എന്ന് പറയുന്ന ഒരു ആൽഗൽ ഫോം ഉണ്ട്. അതിൽ നമ്മൾ ഒരേപോലെ ആയിരിക്കും ഗമീറ്റ്സ്, അതായത് രണ്ടും മെയിലും ഫീമെയിലും ഒരുപോലെ ഇരിക്കും. നമുക്ക് മെയിൽ ഏത് ഫീമെയിൽ ഏതെന്ന് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസം നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കാറ്റഗറൈസ് ദം ആസ് മെയിൽ ആൻഡ് ഫീമെയിൽ. ദാറ്റ് മീൻസ് ദ പ്രൊഡ്യൂസ്ഡ് ഗമീറ്റ്സ് ആർ സിമിലർ ഇൻ അപ്പിയറൻസ്. ഒരേപോലെയുള്ള ഗമീറ്റ്സ് ആണ് അതിനെ വിളിക്കുന്ന പേര് ഹോമോഗമീറ്റ്സ് അല്ലെങ്കിൽ ഐസോഗമീറ്റ്സ് എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ സാധാരണ ആൽഗൽ ഫോംസ് പോലെയുള്ള ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസിലാണ് ഇങ്ങനെ വരുന്നത്. എന്നാൽ ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ്, ഇപ്പോൾ മെജോറിറ്റി ഓഫ് ദി സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസിലൊക്കെ തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗാമിറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ മോർഫോളജിക്കലി ഡിഫറൻറ്റ്. അത് മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ അല്ല, അത് മോർഫോളജിക്കലി ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് വളരെ പെട്ടെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സിന്, അങ്ങനെ ഗമിറ്റോജനസിസ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സിനെ വിളിക്കുന്ന പേര് ഹെറ്ററോഗമീറ്റ്സ് അല്ലെങ്കിൽ അനൈസോഗമീറ്റ്സ് എന്നാണ്. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ് ദ പ്രൊഡ്യൂസ്ഡ് ഗമീറ്റ്സ് ആർ എങ്ങനെയാണ് മോർഫോളജിക്കലി ഡിഫറെൻറ്റ് അല്ലെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗമീറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടും ഒരേപോലെ ഉള്ളതായിരിക്കില്ല. ഇവിടെ നമുക്കതിനെ മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് വെച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സിനെ വിളിക്കുന്ന പേര് ഹെറ്ററോഗമീറ്റ്സ് അല്ലെങ്കിൽ അനൈസോഗമീറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗമീറ്റ്സിൽ, ഈ പറയുന്ന ഹെറ്ററോഗമീറ്റ്സിൽ നമുക്കറിയാമല്ലോ മെയിലും ഫീമെയിലും കാണും. അതിൽ മെയിൽ ഗമീറ്റിനെ വിളിക്കുന്ന പേര് ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നും ഫീമെയിൽ ഗമീറ്റിനെ വിളിക്കുന്ന പേര് എഗ് അല്ലെങ്കിൽ ഓവം എന്നുമാണ്. എന്താണ്? മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സ്, അതായത് ഏത് പ്രോസസ്സ് ഗാമിറ്റോജനസിസിൽ മോർഫോളജിക്കലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് ഹെറ്ററോഗമീറ്റ്സ് അല്ലെങ്കിൽ അനൈസോഗമീറ്റ്സ് എന്നാണ്. ഇൻ സച്ച് ഓർഗാനിസംസ് ദ മെയിൽ ഗമീറ്റ് ഈസ് കോൾഡ് ആന്ത്രോസോയിഡ് ഓർ സ്പേം. അതിൽ മെയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നും ഫീമെയിലിനെ വിളിക്കുന്ന പേര് എഗ് അല്ലെങ്കിൽ ഓവം എന്നും ആണ്. ഓക്കെ, അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം എന്ന് പറയുമ്പോൾ ഗമീറ്റ്സ് തമ്മിലുള്ള ഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഗമീറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് മെയിൽ പാരൻ്റിൽ നിന്നും ഒന്ന് ഫീമെയിൽ പാരൻ്റിൽ നിന്നും ആയിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്ലാന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ്സ് നമ്മൾ നോക്കുമ്പോൾ ആ പ്ലാന്റ്സിൽ മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് സെയിം പ്ലാന്റിൽ തന്നെ വരും. the male and female sex organs which present in the same plant. അപ്പോൾ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേര് ബൈസെക്ഷുവൽ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇത് ബൈസെക്ഷുവൽ കണ്ടീഷൻ എന്ന് പറയും. ഇനി ഈ മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിലാണ് വരുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് യൂണിസെക്ഷുവൽ കണ്ടീഷൻ എന്നാണ്. ഇപ്പോൾ ഹിബിസ്കസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈസെക്ഷുവൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ കോക്കനട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂണിസെക്ഷുവൽ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് സെയിം പ്ലാന്റിൽ തന്നെ വരികയാണെങ്കിൽ നമ്മളതിനെ
ബൈസെക്ഷൽ എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൽ വരുവാണെങ്കിൽ നമ്മളതിനെ യൂണിസെക്ഷൽ എന്നുമാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഫംഗൽ ഗ്രൂപ്പ്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ലോവർ കാറ്റഗറി ഓഫ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫംഗൽ ഗ്രൂപ്പ്സോ ഒക്കെ എടുത്താൽ അവിടെ നമ്മൾ ഹോമോതാലിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊണീഷ്യസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ ബൈസെക്ഷുവലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഹെറ്ററോതാലിക് അല്ലെങ്കിൽ ഡയീഷ്യസ് എന്ന് പറയുന്നത് യൂണിസെക്ഷുവൽ കണ്ടീഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മൊണീഷ്യസ് എന്നും ഡയീഷ്യസ് എന്നും പറയുന്ന രണ്ട് ടേംസ്. എന്താ മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ? മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് സെയിം പ്ലാന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊണീഷ്യസ് എന്നും, മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് ഡിഫറൻറ്റ് പ്ലാന്റ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്ന പേര് ഡയീഷ്യസ് എന്നുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്കിനി അടുത്ത ചാപ്റ്ററുകളിലും പഠിക്കാനുണ്ട്. മൊണീഷ്യസിനെ കുറിച്ചും ഡയീഷ്യസിനെ കുറിച്ചും വളരെ അതിൻ്റെ എക്സാമ്പിളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം എന്താണ് മൊണീഷ്യസ്, എന്താണ് ഡയീഷ്യസ് എന്നുള്ള കാര്യം മാത്രം പഠിക്കുക. മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് വിച്ച് ഫൗണ്ട് ഇൻ ദ സെയിം പ്ലാന്റ്. മെയിലും ഫീമെയിലും സെക്സ് ഓർഗൻസ് സെയിം, അല്ലെങ്കിൽ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ്, അങ്ങനെ പറയാം, മെയിലും ഫീമെയിലും ഫ്ലവേഴ്സ് സെയിം പ്ലാന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ മൊണീഷ്യസ് എന്നും, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ദറ്റ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് ഡയീഷ്യസ് എന്നുമാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ് എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല. പ്ലാന്റ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് അല്ലേ. ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്, പക്ഷേ ഈ മെയിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒരു പ്ലാന്റിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ബൈസെക്ഷൽ എന്നും, രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യേകമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് യൂണിസെക്ഷൽ എന്നുമാണ്. ഇപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ പറയുമ്പോൾ യൂണിസെക്ഷൽ ആയിട്ടുള്ള മെയിൽ ഫ്ലവറിനെ പറയുന്ന ഒരു ടിപ്പിക്കൽ ടേം ഉണ്ട്, സ്റ്റേമിനേറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇനി വരുന്ന ചാപ്റ്ററുകളിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. യൂണിസെക്ഷൽ ആയിട്ട് ഇപ്പോൾ ഞാൻ യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിലും ഫീമെയിലും സെപ്പറേറ്റഡ് ആണ് അല്ലേ. അതിൽ മെയിൽ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമിനേറ്റ് എന്നും, ഫീമെയിൽ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേര് പിസ്റ്റിലേറ്റ് എന്നുമാണ്. യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ ഈസ് കോൾഡ് സ്റ്റേമിനേറ്റ് ആൻഡ് യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവർ ഈസ് കോൾഡ് പിസ്റ്റിലേറ്റ്. അപ്പോൾ ഇതിൽ മൊണീഷ്യസ് എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ മൊണീഷ്യസും ഡയീഷ്യസും പറയുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും സെയിം ഒന്നിൽ തന്നെ വരും അല്ലേ. അതിനെ മൊണീഷ്യസ് എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മൊണീഷ്യസ് ആയിട്ടുള്ള കുക്കുർബിറ്റ്സ്, അതുപോലെ തന്നെ കോക്കനട്ട്, ഇതൊക്കെ മൊണീഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. എന്നാൽ ഡയീഷ്യസ് എന്ന് പറയുമ്പോൾ മെയിലും ഫീമെയിലും ഡിഫറൻ്റ് ആയിട്ട് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാന്റ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയീഷ്യസ് എന്ന് പറയും. ഇപ്പോൾ പപ്പായ എന്ന് പറയുന്ന ഡയീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ഡേറ്റ് പാം, ഈന്തപ്പന എന്ന് പറയുന്ന ഡയീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ട് സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രണ്ടും ഒരേ ഇൻഡിവിജ്വലിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസിൽ പറയുമ്പോൾ രണ്ടും രണ്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ചില ഓർഗാനിസംസിൽ നോക്കിയാൽ രണ്ടും ഒരു ഇൻഡിവിജ്വലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ബൈസെക്ഷൽ പോലെയുള്ള കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. പ്ലാന്റ്സിൻ്റെ കാര്യമാണ് നമ്മൾ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇപ്പോൾ അനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയും നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയും. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എർത്തുവം, നമ്മുടെ മണ്ണിര, അതുപോലെ ലീച്ച്, കൊളേട്ട, അതുപോലെ ടേപ്പ് വോം, ഇങ്ങനെയുള്ള സ്പോഞ്ച്, ഇങ്ങനെയുള്ള ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ അത് ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസ് ആണ്. സാധാരണ ആനിമൽസ് എന്ന് പറയുമ്പോൾ അനിമൽസിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു അല്ലേ. എക്സെപ്ഷണൽ കേസാണ് നമ്മൾ പ്ലാന്റ്സിൽ പറഞ്ഞ മെയിലും ഫീമെയിലും ഒരു പ്ലാന്റിൽ തന്നെ വരും. ബൈസെക്ഷൽ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു, സെപ്പറേറ്റ് ആയിട്ട് വരാറുണ്ട്. യൂണിസെക്ഷൽ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ അനിമൽസ് എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിലാണ് കാണുന്നത് എന്നാണ്. ഹയർ കാറ്റഗറി ഓർഗാനിസംസിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കേസ് പറയുന്നത് വെച്ചാൽ ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിച്ച് ഫൗണ്ട് ഇൻ വൺ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ, നമ്മളിപ്പോൾ ബൈസെക്ഷൽ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ബൈസെക്ഷൽ ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് വിച്ച് ഫൗണ്ട് ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര്, അങ്ങനെയുള്ള ഓർഗാനിസംസിനെ, അങ്ങനെയുള്ള ബൈസെക്ഷൽ ആയിട്ടുള്ള അനിമൽസിനെ വിളിക്കുന്ന പേര് ഹെർമാഫ്രോഡൈറ്റ്സ് എന്നാണ്. ഹെർമാഫ്രോഡൈറ്റ്സ്, ദ ബൈസെക്ഷൽ അനിമൽസ്, ദ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് വിച്ച് ഫൗണ്ട് ഇൻ സെയിം ഇൻഡിവിജ്വൽ. സച്ച് ബൈസെക്ഷൽ അനിമൽസ് ആർ കോൾഡ് ഹെർമാഫ്രോഡൈറ്റ്സ്. എക്സാമ്പിൾ ലീച്ച്, സ്പോഞ്ച്, എർത്ത്-വോം, ടേപ്പ്-വോം, എക്സെട്ര. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാമീറ്റോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസത്തെക്കുറിച്ചാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്യാമീറ്റോജനസിസ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഗ്യാമീറ്റ്സ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണെന്നും പറഞ്ഞു.
ഇനി ഈ ഗമീറ്റ്സ് നമ്മൾ ഹെറ്ററോഗമീറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്, എന്താ ഹെറ്ററോഗമീറ്റിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെയിലിനെ ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നും ഫീമെയിലിനെ എഗ് അല്ലെങ്കിൽ ഓം എന്നും ഒക്കെ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഹെറ്ററോഗമീറ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു, മെയിൽ ഗമീറ്റ് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് അല്ലേ. ഈ ഗമീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഫ്രം വെയർ ദീസ് ഹാപ്ലോയിഡ് സെൽസ് ആർ ഒറിജിനേറ്റഡ്, എവിടെ നിന്നാണ് ഈ പറയുന്ന ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത്? സോ ഗമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ്, ദേ ആർ ഒറിജിനേറ്റഡ് ഫ്രം ദ പാരന്റ് ബോഡി ദറ്റ് മേ ബി ഐദർ ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്. ഒരു ഹാപ്ലോയിഡ് ആയിട്ടോ ഡിപ്ലോയിഡ് ആയിട്ടോ ഉള്ള പാരന്റൽ ബോഡിയിൽ നിന്നാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആണ്. ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഉണ്ടാകുന്നത് ഒരു ഹാപ്ലോയിഡ് ആയിട്ടോ ഒരു ഡിപ്ലോയിഡ് ആയിട്ടോ ഉള്ള പാരന്റൽ ബോഡിയിൽ നിന്നാണ്. കൺഫ്യൂഷൻ വേണ്ട, ഗമീറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഗമീറ്റ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് സെൽസ് ആണ്. ഈ ഹാപ്ലോയിഡ് ഏതാണ് ഹാപ്ലോയിഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എൻ. അപ്പോൾ ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയിഡ് ആയിട്ടോ ഉള്ള ഓർഗാനിസത്തിൽ നിന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ലോവർ കാറ്റഗറി ഓർഗാനിസംസ് മൊണീറ പറഞ്ഞിട്ടുണ്ട്, ഫഞ്ചൈ പറയുന്നുണ്ട്, ആൽഗെ പറയുന്നുണ്ട്, അതുപോലെ ബ്രയോഫൈറ്റ്സ് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ ഈ ഗമീറ്റ്സ് ഫോം ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡിയിൽ നിന്നായിരിക്കും. അതായത് പാരന്റൽ ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ മൊണീറൻസിലോ ഫഞ്ചയിലോ ആൽഗയിലോ ഒക്കെ ആണെങ്കിൽ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റൽ ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഉണ്ടാവും. എന്നാൽ അഡ്വാൻസ്ഡ് കാറ്റഗറി ഓഫ് ഓർഗാനിസംസ്, ഇപ്പോൾ ടെറഡോഫൈറ്റ്സോ ജിംനോസ്പെംസോ ആൻജിയോസ്പെംസോ അല്ലെങ്കിൽ ആനിമൽസോ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ള ആനിമൽസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പാരന്റൽ ബോഡി എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ആണെങ്കിൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റൽ ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് ഗമീറ്റ്സ് ഉണ്ടാകുന്നു. എന്നാൽ ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, മനുഷ്യനും മറ്റ് ആനിമൽസും അതുപോലെ ജിംനോസ്പെംസും ആൻജിയോസ്പെംസും ഇങ്ങനെയുള്ള ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റൽ ബോഡിയിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് എല്ലായ്പ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഫോം ചെയ്യുന്ന പാരന്റൽ ബോഡി ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ നോക്കുക. ലോവർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് വരുമ്പോൾ പാരന്റൽ ബോഡി എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഹയർ കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് വരുമ്പോൾ പാരന്റൽ ബോഡി എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ ഇപ്പോൾ സാധാരണ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്ന് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ നിന്ന് എങ്ങനെയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ഉണ്ടാകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിലാണെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽ, ആ സെല്ലിനെ വിളിക്കുന്നത് ഗമീറ്റ് മദർ സെൽ അല്ലെങ്കിൽ മിയോസൈറ്റ് എന്നാണ്. മറക്കരുത്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസംസിലാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയിട്ടുള്ള മിയോസൈറ്റ്, MEIOCYTES മിയോസൈറ്റ്സ് അല്ലെങ്കിൽ ഗമീറ്റ് മദർ സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മിയോസൈറ്റ് അല്ലെങ്കിൽ ഗമീറ്റ് മദർ സെൽ എന്ന് പറയുന്നത് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമാകും. നിങ്ങൾ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡിവിഷൻ മെക്കാനിസംസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെൽസ് റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഹാപ്ലോയിഡ് സെൽസ് എന്ത് ഡിവിഷനായിരിക്കും നടക്കുന്നത്? മൈറ്റോട്ടിക് ഡിവിഷനായിരിക്കും നടക്കുന്നത്. ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് വരുമ്പോൾ എന്ത് ഡിവിഷനാണ് നടക്കുന്നത്? മിയോട്ടിക് ഡിവിഷനാണ്. അതാണ് രണ്ടും. ഹാപ്ലോയിഡ് സെല്ലിൽ നിന്ന് ഹാപ്ലോയിഡ് ഗമീറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ഡിപ്ലോയിഡ് സെൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്? മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോയിഡ് ഓർഗാനിസംസിൽ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയിട്ടുള്ള ഗമീറ്റ് മദർ സെൽ അല്ലെങ്കിൽ മിയോസൈറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്ന മെക്കാനിസത്തിന് വിധേയമാകുന്നു. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ്, ഈ മിയോസിസിൻ്റെ അവസാനം വളരെ ശ്രദ്ധിക്കുക, ഈ മിയോസിസിൻ്റെ അവസാനം വൺ സെറ്റ് ഓഫ് ക്രോമസോംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രോമസോംസ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെ, ജനിതക ഘടകമാണ് ക്രോമസോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഗമീറ്റിൽ നിന്നുള്ള ഒരു സെറ്റ് ക്രോമസോം, ഇപ്പോൾ 46 ക്രോമസോംസ് ഉള്ള ഹ്യൂമൻ ബീയിങ്സിലാണെന്നുണ്ടെങ്കിൽ ഈ 46 എന്ന് പറയുമ്പോൾ 23 പെയേഴ്സ് ആണ് അല്ലെ, 23 ജോഡിയാണ്. 23 + 23
അല്ലേ? അപ്പോൾ ഈ പറയുന്ന 46 ക്രോമസോമുകളിൽ 1 സെറ്റ് ഓഫ് ക്രോമസോം ഗെറ്റ്സ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ഈച്ച് ഗാമീറ്റ്. ഓരോ ഗാമീറ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിലും ക്രോമസോമിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പോൾ 46 വളരെ ശ്രദ്ധിക്കുക, 46 ക്രോമസോമുള്ള ഒരു മെയില്, 46 ക്രോമസോമുള്ള ഒരു ഫീമെയിൽ, അതിൻ്റെ ഫ്യൂഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്ന സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറി ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഇൻഡിവിജ്വലിൽ ഈ 46 കൂടെ കൂടിച്ചേർന്ന് 92 ക്രോമസോംസ് ആയിട്ട് വരുന്നുണ്ടോ ഹ്യൂമൻ ബീയിങ്സിൽ? ഇല്ല. എല്ലാ മനുഷ്യരിലും ക്രോമസോം നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 46. അപ്പോൾ എന്തുകൊണ്ട് ഓരോ സ്പീഷീസ്, ഇപ്പോൾ എല്ലാ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസിലും ക്രോമസോം നമ്പർ എന്ന് പറയുന്ന ഒരേപോലെയല്ല, അതിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഓർഗാനിസംസിലും നമ്മൾ, ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 46 ക്രോമസോം എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗാനിസംസിലും എല്ലാ ഹ്യൂമൻ ബീയിങ്സിലും ക്രോമസോമിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 46. അതെന്തുകൊണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു? 46 ക്രോമസോമിൽ മെയില്, അതേപോലെ തന്നെ 46 വരുന്ന ഫീമെയിൽ, ഇത് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് അവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരൻ്റൽ ഓർഗാനിസത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഗമീറ്റ് മദർ സെൽ വരുന്നുണ്ട്, മിയോസൈറ്റ് വരുന്നുണ്ട്, അത് റിഡക്ഷൻ ഡിവിഷൻ നടക്കും, മിയോസിസ് നടക്കും. ആ മിയോസിസിൻ്റെ അവസാനം ഈ പറയുന്ന ഓരോന്നിൽ നിന്നുമുള്ള ഒരു സെറ്റ് ക്രോമസോം, അതായത് 23 + 23 അല്ലെ, രണ്ടിൽ നിന്നുമുള്ള 23 വീതം വന്നിട്ട് എന്താണ് ഗമീറ്റിൽ, ഓരോ ഗമീറ്റിലും എന്ത് ചെയ്യും? ഇൻകോപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് അവിടെ ആദ്യത്തേയിൽ നിന്നുള്ള 23ഉം രണ്ടാമത്തെ നിന്നുള്ള 23 കൂടി ചേർന്ന് 46 ആയിട്ട് ക്രോമസോം നമ്പർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ്? ദ ക്രോമസോം നമ്പർ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് which remains as same generations after generation. What is the reason behind it? എന്തുകൊണ്ടാണ് എത്ര തലമുറ കഴിഞ്ഞാലും ഓരോ സ്പീഷീസിൽ വരുന്ന ഓർഗാനിസംസിൻ്റെയും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്? അതിന് കാരണം ഇതാണ്. എന്താണ്? ഇൻ ഹാപ്ലോയിഡ് ഓർഗാനിസംസ് എന്താണ്? ഇൻ ഹാപ്ലോയിഡ് the gametes are produced from the haploid organisms. Always gametes are haploid cells and these haploid cells are produced from a haploid parental body due to mitotic division. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യമാണ് അല്ലേ? എന്നാൽ ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസംസ് എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഗമീറ്റ് മദർ സെൽ ഓർ മിയോസൈറ്റ്സ്. Gamete mother cell or myocyte, it undergo meiosis or reduction division. At the end of meiosis, ഇതിൻ്റെ അവസാനം 1 set of chromosome gets incorporated into each gamete. അതായത് ഓരോ സെറ്റ് ക്രോമസോംസ് രണ്ടിലേക്കും എന്ത് ചെയ്യുന്നു? ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് the chromosome number that remains as same generations after generation. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അവസാനം നമുക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറേ ഓർഗാനിസംസിൻ്റെ ക്രോമസോം നമ്പർ, അതിൻ്റെ മിയോസൈറ്റിൻ്റെയും ഗമീറ്റിൻ്റെയും ക്രോമസോം നമ്പർ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ഈ ഒരു ടേബിൾ തന്നിട്ട് ഇതിൽ ഇപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ തന്നിട്ട് അവിടെ ഗമീറ്റിൻ്റെ ക്രോമസോം നമ്പർ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഗമീറ്റിൻ്റെ ക്രോമസോം നമ്പർ തന്നിട്ട് മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ എഴുതാൻ പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരെണ്ണം പറയാം. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്താണ്? 46 എന്നാണ് അല്ലേ? ഈ പറയുന്ന 46 എന്താണ്? അത് മിയോസൈറ്റ് ആണ്, അതായത് 2n മിയോസൈറ്റ് ആണ്. അപ്പോൾ അവിടെ ഗമീറ്റിൻ്റെ ക്രോമസോം നമ്പർ എത്രയായിരിക്കും? ഗമീറ്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഹാപ്ലോയിഡ്, അതായത് n 2n 46 ആണ്. അപ്പോൾ n എത്രയാണ്? 23. ക്രോമസോം നമ്പർ ഇൻ ഗമീറ്റ്സ് എത്രയാ? 23 ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഒരു എക്സാമ്പിളൂടെ നമുക്ക് പറയാം. ഇപ്പോൾ ഹൗസ് ഫ്ലൈ, നമ്മുടെ ഈച്ച, അതിൽ ഈ ഗമീറ്റിൻ്റെ ക്രോമസോം നമ്പർ 6 ആണ്. അപ്പോൾ ഗമീറ്റിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഗമീറ്റ്സ്, അപ്പം മനസ്സിൽ വരണം ഗമീറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാപ്ലോയിഡ് n ആണ് 6. അവിടെ മിയോസൈറ്റിൻ്റെ എത്രയായിരിക്കും? മിയോസൈറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് 2n, അതായത് 2n എന്ന് പറയുമ്പോൾ n 6 ആണ്. അപ്പോൾ 2n ആകുമ്പോൾ എത്രയാണ്? 12. അപ്പോൾ ശ്രദ്ധിക്കണം, മിയോസൈറ്റ് ആണെങ്കിൽ ഡിപ്ലോയിഡ് ആണ്, 2n ആണ്. ഗമീറ്റ് ആണെങ്കിൽ ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഓരോ ഓർഗാനിസംസിൻ്റെയും ക്രോമസോം നമ്പർ ഈ ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഗ്യാമിറ്റോജെനസിസ് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടാമത്തെ സെഷനായിട്ടുള്ള ഗമീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.